ഹോട്ടൽ വൈശാഖ് നിയർ ചെനകത്തൂർക്കാവ്, പാലപ്പുറം. ഞാൻ പാർവതി ഗിരീഷ്. വാർത്തകൾ വിശദമായി. കണ്ണിയമ്പുറത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ കവർച്ച നടന്നു. കണ്ണിയമ്പുറം സെന്ററിലെ 3 വ്യാപാര സ്ഥാപനങ്ങളിൽ പൂട്ടുപൊളിച്ച് കവർച്ച നടന്നു. 3 സ്ഥാപനങ്ങളിൽ നിന്നായി 6600 രൂപ മോഷണം പോയി. കണ്ണിയമ്പുറം ചോലയിൽ രാജന്റെയും പ്ലാക്കൂട്ടത്തിൽ കൃഷ്ണൻകുട്ടിയുടെയും പലചരക്കുകളിൽ നിന്നും സുധാകരന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നുമാണ് പണം മോഷ്ടിക്കപ്പെട്ടത്. കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് 3000 രൂപയാണ് നഷ്ടപ്പെട്ടത്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 3000 രൂപയും രാജന്റെ കടയിൽ നിന്ന് 600 രൂപയുമാണ് മോഷ്ടിച്ചിട്ടുള്ളത്. 3 സ്ഥാപനങ്ങളുടെയും മുൻവശത്തെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചാണ് കവർച്ച നടന്നത്. സ്ഥാപനങ്ങൾ തുറക്കാൻ എത്തിയപ്പോഴാണ് ഷട്ടറുകളുടെ പൂട്ടുകൾ തകർത്ത വിവരം അറിയുന്നത്. പാലക്കാട് കുളപ്പള്ളി പാതയിൽ പലചരക്ക് കടകൾ അടുത്തടുത്തായാണ് പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ സ്റ്റോർ സ്വകാര്യ ആശുപത്രിക്ക് സമീപമാണ് ഉള്ളത്. മെഡിക്കൽ സ്റ്റോറിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ശനിയാഴ്ച 3 മണിക്ക് ശേഷമാണ് മോഷണം നടന്നതെന്നാണ് ആദ്യ അനുമാനം. വൈദ്യുതി ഓഫ് ചെയ്ത് പൂട്ടുപൊളിക്കുന്ന ദൃശ്യങ്ങൾ ഇതിലുണ്ട്. ഉള്ളിൽ കടന്ന് മേശവലിപ്പിൽ നിന്ന് പണമെടുത്ത് ബാഗിൽ വയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കയ്യുറ ധരിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ TP ഫർഷാദിന്റെ നേതൃത്വത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി.